ഞാൻ വെള്ളം തിളപ്പിക്കും, മാഗി ഉണ്ടാക്കും, ഞാൻ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കും, ഞാൻ കട്ടൻ ചായ ഒക്കെ വെച്ച് കൊടുക്കും. അമ്മയ്ക്കൊക്കെ തലവേനൊക്കെ വരും, മുട്ട പൊരിക്കും, തലവേനൊക്കെ വരുമ്പോൾ ഞാൻ കട്ടൻ ചായ, കട്ടൻ കാപ്പി, ചായ, പാല്, ഹോർലിക്സ്, ബൂസ്റ്റ് എന്തൊക്കെ അതൊക്കെ ഞാൻ ഉണ്ടാക്കും. ഒരുപാട് വെറൈറ്റി. കട്ടൻ ചായ, കട്ടൻ കാപ്പി, ചായ, പാൽ, ഹോർലിക്സ്, ബൂസ്റ്റ് 6 തരം സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പാല് തരുമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പാല് കാച്ചുവെന്നേ പറഞ്ഞോളൂ. പശുണ്ടോ? പശുണ്ടോ? പശുണ്ടോ ഇവിടെ? ഉണ്ട്, അച്ഛമ്മേന്റെ അടുത്തുണ്ട്. ഞങ്ങളുടെ തറവാട് തൊട്ടപ്പുറയാണ്. അപ്പൊ അച്ഛമ്മയ്ക്ക് അച്ഛനും എത്ര പശു ഉണ്ട്? ഒരു വലിയ പശു ഉണ്ട്, ഒരു കുഞ്ഞി പശു ഉണ്ട് കേട്ടോ. കാളയാണോ? കാളയോ? ആടിന് കാളെന്നാ പറയാ. അപ്പൊ മറ്റേത് എരുമയല്ലേ? എന്തെങ്കിലും ആവട്ടെ, കാളയും പശു എരുമയും ഒക്കെ ഉണ്ട് ഈ വീട്ടില്, അത്രേ ഉള്ളൂ അല്ലെ? അതെ, അതൊക്കെ ഉണ്ട്. പിന്നെന്താ, പിന്നെ ഞാൻ ചേച്ചി സത്യമായിട്ട് ഞാൻ നല്ലോണം ഷെയ്ക്ക് ഉണ്ടാക്കും ചേച്ചി. ഞാൻ ഉണ്ടാക്കി തരാം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പോകുമ്പോ ഉണ്ടാക്കി തരാം. കഴിച്ചിട്ടേ പോകുള്ളൂ. സാധനം ഒന്നുമില്ല, എനിക്ക് ആപ്പിളും പാലും മാത്രം വേണ്ട. എനിക്ക് ആപ്പിളും പാലും മാത്രം മതി, അതിവിടെ ഉണ്ട്. ആപ്പിൾ വെച്ചാണോ ഷേക്ക് ഉണ്ടാക്കണേ? ഷെയ്ക്ക് ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കുടിക്കുമ്പോ അങ്ങനെ ഒരു ടേസ്റ്റ് വരും നമുക്ക്. കഴിവല്ലേ സാധാരണ നമ്മൾ? അയ്യ, അങ്ങനത്തെ ഷെയ്ക്ക് അല്ല എന്റെ ഷെയ്ക്ക്. വേണമെങ്കിൽ ഞാൻ റെസിപ്പി പറഞ്ഞു തരാം. ഒന്ന് പറഞ്ഞാ. നമ്മള് രാവിലെ എണീച്ചിട്ട് എനിക്ക് പാല് കുടിക്കാൻ മടിയാ. അമ്മ പാല് കൊണ്ട് തരുമ്പോ എനിക്ക് കുടിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്റെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച എന്റെ റെസിപ്പിയാണത്. പോണോന്ന് അറിഞ്ഞിട്ട് പോവാ. അല്ല, പാലില്ലേ വേണമെങ്കിൽ തണുപ്പിക്കാൻ കേട്ടോ. തണുത്തത് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് എടുത്ത് വെച്ചാലും മതി. ലാസ്റ്റ് ഇതെല്ലാം കൂടെ അടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പാല് തണുപ്പിച്ചിട്ട് ആപ്പിളില്ലേ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് ആപ്പിൾ മുറിച്ച് ജ്യൂസറിനകത്തോട്ട് ഇടണം. എന്നിട്ട് പാൽ ഒഴിക്കണം. നമ്മൾ കുടിക്കുന്ന എന്തായാലും ഇപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് തരുന്നതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിക്കും. ഇല്ല, അവനൊന്നും കൊടുക്കാറില്ല. ഞാൻ രാവിലെ എന്നിട്ട് നമ്മൾ അതിന്റെ അകത്തോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിക്കണം. അപ്പൊ നമുക്ക് ഐസ്ക്രീമിന് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ നല്ലോണം അടിക്കണം. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കുടിക്കണം. പഞ്ചസാര ഞാൻ ഇട്ടായിരുന്നോ? അത് മാത്രം ഇട്ടിട്ടില്ല. അത് ഇടണം കേട്ടോ. അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഷേക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിപ്പോ കേട്ടത്. താങ്ക്സ്. ഇത് നീ അവിടെ മറ്റേ ഫ്ലവേഴ്സിൽ ചെല്ലുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഇല്ല, അയ്യോ അടി കിട്ടുന്ന കേസാണ്. ഞാൻ ചെയ്യാറില്ല, എനിക്കിത് ഇഷ്ടം, ഞാൻ കുടിക്കാറുണ്ട്. വേറെ ആർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സിന് 2-3 പേർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്ക് പക്ഷെ കുഴപ്പമൊന്നും ഇല്ല. ആർക്കും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഉണ്ടാക്കി നോക്കിയായിരുന്നോ? അതെനിക്ക് അറിയത്തില്ല. ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അമ്പാടിക്ക് സ്കൂളിൽ പോകണ ഇഷ്ടമാണോ? അല്ല, ടീച്ചേഴ്സിനെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട്? ഇല്ല അല്ലേ? ഹാപ്പി ആയല്ലേ? ആക്ച്വലി പറയാൻ പറ്റില്ല. എന്താണോ ഇവരെല്ലാം ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസേഴ്സ് പറയുന്നത്.